NDAയിൽ ചേർന്നതിന് പിന്നിൽ ED ഭീഷണിയുണ്ടെന്ന ആരോപണം തള്ളി 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. കിറ്റക്സിന്റെ ഇടപാടുകളെല്ലാം സുതാര്യമാണ്. ED നൽകിയ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകി. നിയമലംഘനം തെളിഞ്ഞാൽ സ്ഥാപനം എഴുതിത്തരാമെന്നും തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച ചാനലിനെതിരെ നിയമ നടപടിയെടുക്കുമെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. ED അല്ല, ഇൻകം ടാക്സ് അല്ല, കസ്റ്റംസ് അല്ല, ഇങ്ങനെ അനേക നോട്ടീസുകൾ വരും ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. അതെന്തിനാണ് അയച്ചത്, എന്ത് കാര്യമാണ്, അവർക്കത് കൊടുത്തു. അവർക്ക് ആവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സ് പൂർണ്ണമായിട്ടും കൊടുത്തു. $1 പോലും കിട്ടായികയില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, 33 വർഷം ഈ ഫാക്ടറി പ്രവർത്തിച്ചിട്ട് ഇതുവരെ ഒരു നിയമലംഘനത്തിന്, ഒരു സാമ്പത്തിക തിരിമറിക്ക് ഒരു പെനാൽറ്റിയോ ഒരു നടപടിയോ ഇതുവരെ ഈ കമ്പനിയുടെ മേലെ ഉണ്ടായിട്ടില്ല. ഞാൻ $1 വിദേശ ചട്ടലംഘനം നടത്തിയിട്ടെന്ന് നിങ്ങൾ തെളിയിക്ക്, ഏതെങ്കിലും നിയമം ലംഘിച്ചിട്ടെന്ന് നിങ്ങൾ തെളിയിക്ക്. ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ച് ആ കമ്പനി എഴുതി തരാം നിങ്ങൾക്ക്. ഇതുപോലെയുള്ള വ്യാജ പ്രസ്താവനകൾ തുടരുന്ന ചാനലിന് നാളെ 10 മണിക്കുള്ളിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. നടപടി ഞങ്ങൾ സ്വീകരിക്കും. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റാഫി, വളരെ വികാരാധീനായിട്ടാണ് ഈ രീതിയിലുള്ള പ്രതികരണം സാബു എം ജേക്കബ് നടത്തിയിരിക്കുന്നത്. തെറ്റായ പ്രചാരണം നടത്തുന്നു, ആ മാധ്യമങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. NDAയിലേക്ക് പോയതിന് പിന്നിൽ ED ഭീഷണിയല്ല. ഇതെല്ലാം വ്യക്തമാക്കാനിടയായ സാഹചര്യം എന്താണ് റാഫി? കിറ്റക്സ് ഗാർമെന്റ്സുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് നിയമ നടപടികൾ ഉണ്ടായി. ആ നിയമ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാബു എം ജേക്കബിനോട് ED ഹാജരാകാൻ നോട്ടീസ് നൽകി എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മാധ്യമ വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് സാബു എം ജേക്കബ് രംഗത്തെത്തിയത്. മാധ്യമ വാർത്തകൾ പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള നിയമ നടപടികളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ വാർത്താവിനിമയ മന്ത്രാലയത്തിനും ഒപ്പം കോടതിയെ സമീപിക്കാനുമാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ വിശദീകരണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരുന്നു. അത് 2025 മെയ് മാസത്തിലാണ് അത്തരത്തിൽ ഒരു നോട്ടീസ് ലഭിച്ചത്. ആ നോട്ടീസിൽ പറഞ്ഞിരുന്ന രേഖകൾ അത് പൂർണ്ണമായും തന്റെ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. 5 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റും ഒപ്പം തന്നെ വിദേശത്തേക്ക് കയറ്റി അയച്ച കിറ്റക്സ് പ്രൊഡക്ട്സിന്റെ നിന്നുള്ള വരുമാനം, അത് കൃത്യമായി പണം ലഭിച്ചോ എന്നുള്ളതുമായിരുന്നു ഈ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരുന്നത്. അത് കൃത്യമായി രേഖകൾ നൽകുകയും ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നോട്ടീസ് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 33 വർഷമായി ഒരു തരത്തിലുമുള്ള നിയമ നടപടികളും കിറ്റക്സ് കമ്പനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് സാബു എം ജേക്കബ് പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ പല സ്ഥാപനങ്ങൾക്കും ലഭിച്ച ഒരു നോട്ടീസിന്റെ ആ ഒരു രീതിയിലുള്ള നോട്ടീസ് തന്നെയാണ് കിറ്റക്സിനും ലഭിച്ചത്. 100ഓളം കമ്പനികൾക്ക് കേരളത്തിൽ ഇത്തരം നോട്ടീസ് ലഭിച്ചിരുന്നു. അതിൽ തുടർ നടപടികൾ കിറ്റക്സിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.